ജീസസ് ലവ്സ് യു പ്രോഫറ്റിക് മിനിസ്ട്രിയുടെ മോർണിംഗ് ഗ്ലോറി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഒരു പകൽക്കാലമായിരിക്കട്ടെ ഈ പകൽക്കാലമെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം 34-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരാ, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മുഖവും പ്രകാശിതമായി തീരട്ടെ. നിങ്ങളെന്ത് ഭാരത്തോടെയാണ്, നിങ്ങളെന്ത് പ്രയാസത്തോടെയാണ്, നിങ്ങളെന്ത് വേദനയോടെയാണ്, അതിൻ്റെ നടുവിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. യോഹന്നാൻ 15:5 പറയുന്നു, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് സ്വർഗീയ സമാധാനവും സ്വർഗീയ ബലവും ആത്മാവിൻ്റെ ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. ഇന്ന് നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ എന്തെങ്കിലും ഈ പ്രഭാതയാമത്തിൽ ഭാരപ്പെട്ട് പ്രയാസത്തോടെയാണോ ഇരിക്കുന്നത്? ഇന്ന് പകൽക്കാലം കർത്താവ് ഒരു അത്ഭുതത്തെ ചെയ്യും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. കണ്ണുകളടയ്ക്കാം. ഈ വാഗ്ദത്തം നിങ്ങളോട് കൂടെയിരിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രഭാതയാമത്തിൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സങ്കീർത്തനം 34 പറയുന്നു, അങ്ങ് നല്ലവനാണ് എന്ന് രുചിച്ചറിയുവാൻ. അങ്ങ് നല്ലവനാണപ്പാ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹിമപ്പെടുത്തുന്നു. ഞങ്ങൾ ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. നീതിമാന്മാർ നിലവിളിച്ചു, ദൈവമേ അവരുടെ സകല ഭയങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു. ഈ പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മുഖവും പ്രകാശിക്കപ്പെടട്ടെ. എല്ലാവരുടെ മുഖത്തിലും ദൈവമേ സന്തോഷവും സമാധാനവും ആശ്വാസവും കൽപ്പിക്കണം. ഭാരത്തോടെ, പ്രയാസത്തോടെ, കുറ്റബോധത്തോടെ, നിരാശയോടെ ആരെങ്കിലും ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് ഇപ്പോൾ കർത്താവിൻ്റെ ഒരു ദിവ്യ സമാധാനം നിങ്ങളുടെ മേൽ പകരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു.